എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല വിദ്യാർത്ഥികളും നിരവധി തരത്തിലുള്ള സംശയങ്ങളാണ് കൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒറ്റ വീഡിയോ തന്നെ ചെയ്തിരിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ വിവിധ PG ഡിപ്പാർട്ട്മെന്റ്, അഫിലിയേറ്റഡ് കോളേജുകൾ, പഠന വകുപ്പുകൾ, സെന്ററുകൾ എന്നിവിടങ്ങളിലെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ കുറേ തരത്തിൽപ്പെട്ട സംശയങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 10 ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെയും PG അഡ്മിഷൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ജൂൺ 10 കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും നേരത്തെ എൻട്രൻസ് പരീക്ഷ, PG അഡ്മിഷനായിട്ടുള്ള എൻട്രൻസ് പരീക്ഷ നേരത്തെ നടത്തി. അപ്പോൾ അതിൻ്റെ റിസൾട്ടും മറ്റു കാര്യങ്ങളും ഉടൻ പ്രസിദ്ധീകരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ ടൈമിൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ അഡ്മിഷൻ നടപടികൾ, ആ എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നടക്കാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അഡ്മിഷൻ ലഭിച്ചാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയും ശേഷം നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിൽ പ്രവേശനത്തിനായി ഹാജരാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. കണ്ണൂർ ആൻഡ് MG യൂണിവേഴ്സിറ്റികളിൽ ഈ ജൂൺ 10 വരെ വിദ്യാർത്ഥികൾക്ക് PG അഡ്മിഷനായിട്ടുള്ള ആപ്ലിക്കേഷൻ അയക്കാം. കേരള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുള്ളൂ. ഈ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്ന തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ തന്നെ സ്കറിയ ഫോർടെക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കാണുന്നവരുമായി ഫൗണ്ടർ ഓഫ് സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.